വൺ ആകാശ് അച്ചീവ് ചെയ്തിരിക്കുന്നത് ഈ ഒരു വിജയം അച്ചീവ് ചെയ്തിരിക്കുന്നത് ഓൺലൈൻ ബാച്ചിലൂടെയാണ്. സോ അതൊരു ഇത്തിരി സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. സോ നമുക്ക് ഓൺലൈൻ ആയിട്ട് എങ്ങനെയാണ് ആകാശ് 604 മാർക്കാണ് കിട്ടിയിരുന്നത് 720-ൽ എങ്ങനെയാണ് ഈ ഒരു മാർക്കിലേക്ക് അച്ചീവ് ചെയ്തത് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. സോ ഓൺലൈൻ ആയിരുന്നു പഠിച്ചത് അല്ലെ? സോ എവിടെയാണ് സ്ഥലം വരുന്നത്? മലപ്പുറം ജില്ലയിൽ നിലമ്പൂരാണ് അല്ലെ? യാ. അപ്പോ നമ്മള് ഓൺലൈൻ ആയിട്ട് നമ്മുടെ വീട്ടിലെ അറ്റ്മോസ്ഫിയറിൽ ഇരുന്നിട്ടാണ് പഠിച്ചത്. സോ ഒരു വർഷം റിപ്പീറ്റ് ചെയ്യായിരുന്നു. യെസ്, +2-ന് ശേഷം. സോ +1 +2 അവിടെ നിലമ്പൂരാണ് പഠിച്ചത് അല്ലെ? യാ. അപ്പോ ഓൺലൈൻ ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. നമ്മുടെ കംഫർട്ട് സോൺ ആണെങ്കിലും നമുക്ക് ഒരു മോട്ടിവേഷൻ കിട്ടാനും അതുപോലെ ആ ഒരു പിയർ പ്രഷർ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ തന്നെ നമ്മളെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യണം. സോ എന്നിട്ടും അങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് നമ്മളുടെ 604 എന്ന് പറയുന്ന ഒരു ബ്രില്യൻ സ്കോർ ആണ് അച്ചീവ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു വിക്ടറിയുടെ ഈ ഒരു മൊമെന്റിൽ എന്താണ് പറയാനുള്ളത്? വളരെ സന്തോഷമുണ്ട്, വളരെ സന്തോഷം അഭിമാനം നിറഞ്ഞ ഒരു നിമിഷമാണ്. ഈ വലിയൊരു വേദിയിൽ വെച്ചിട്ട് അച്ഛൻ്റെയും അമ്മേന്റെ ഒക്കെ മുന്നിൽ വെച്ചിട്ട് ഇത്ര നല്ലൊരു ആദരവ് ഏറ്റുവാങ്ങാൻ കഴിയുന്നതിന് ഒരു വലിയ ഭാഗ്യമാണ്. അതിനെ സഹായിച്ച എന്റെ ബില്യൺ ടീമിനോടും ആദ്യം തന്നെ നന്ദി പറയുകയാണ്. യെസ്. സോ നമ്മുടെ ആകാശിന്റെ ഒപ്പം ആകാശിന്റെ ഫുൾ ഫാമിലി ഉണ്ട്. അതുകൂടാതെ ബിഗ് പാർട്ട് ആയിട്ടുള്ള ക്ലാസ് ടീച്ചറും ഉണ്ട്. അതുപോലെ തന്നെ ഓൺലൈൻ കോർഡിനേറ്റ് ആയിട്ടുള്ള അജയ് സാറും ഉണ്ട്. സോ നമുക്ക് അവരോട് കൂടി നമ്മുടെ ആകാശിന്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ആകാശ് എങ്ങനെയുള്ള ഒരു സ്റ്റുഡന്റ് ആയിരുന്നു? സാർ എന്തായാലും ഓൺലൈൻ കൂടി എന്തായാലും കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവും. സോ എങ്ങനെയാണ് സ്റ്റഡീസ് ആള് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്? ആകാശ് നമ്മളുടെ ആദ്യത്തെ ഒരു മാസം T45 ആയിരുന്നു ആകാശിന്റെ ബാച്ച്. പിന്നെ മിക്കവാറും റാങ്ക് ലിസ്റ്റിലെല്ലാം കാണാറുള്ള ആളാണ്. പിന്നെ ക്ലാസ് ടീച്ചർ ആണെങ്കിലും ഷാമിന ടീച്ചറാണ് ആകാശിന്റെ ക്ലാസ് ടീച്ചർ. അപ്പോ മിസ് ആണെങ്കിലും ബാച്ചിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും പറഞ്ഞു കേൾക്കുന്ന പേര് തന്നെയാണ് ആകാശ്. അതുകൊണ്ട് എനിക്ക് നല്ല പരിചയമുള്ള പേരാണ്. പിന്നെ ആകാശിനോട് എക്സാമിനേഷന് മുമ്പ് സംസാരിക്കാനും പറ്റിയിട്ടുണ്ട്. പിന്നെ കോഴ്സിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ആ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ തന്നെ ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. ഇപ്പൊ നമ്മള് എന്താ പറയുക, അവര് കാലിബറുള്ള പിള്ളേരാണ് എല്ലാവരും ബ്രില്യന്റില് വരുന്നവര്. അവരങ്ങനെ തന്നെ കോഴ്സ് കൃത്യമായിട്ട് കൊണ്ടുപോവുകയും ചെയ്യും. എന്നാൽ ആ കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് ഇപ്പൊ ഓൺലൈൻ ആയിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മളൊരു മീറ്റിംഗിലൂടെ അല്ലെങ്കിൽ ഒരു ഫോൺ കോളിലൂടെ പിള്ളേരോട് ഇങ്ങനെ പഠിക്കണം. നമ്മൾ ക്ലാസ് റൂമിൽ ഇരിക്കുന്നത് പോലെ അല്ലല്ലോ. ക്ലാസ് റൂമിൽ ഇരിക്കുന്നത് വെച്ചുകൊണ്ട് നമുക്ക് നേരിട്ട് കയറി ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാം. അവരുടെ ഡിസ്ട്രാക്റ്റഡ് ആവുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കാൻ പറയാം. ഇതങ്ങനെയല്ല. ഇവർ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റുഡൻസിനോട് പറയുവാണ്, ഇങ്ങനെ ദൂരെ ഇരുന്ന് പറയുവാണ്, നിങ്ങൾ ഇത് ചെയ്യണം, ഇതുപോലെയൊക്കെയാണ് പഠിക്കേണ്ടത്, എല്ലാ എക്സാമും എഴുതണം. എക്സാം എഴുതുന്ന സമയത്ത് വേറെ എന്താ പറയുക, ചെറിയ പൊടിക്കൈകളൊന്നും നമ്മുടെ കയ്യിൽ ഇടരുത്. ശ്രദ്ധയോടുകൂടി നമ്മൾ ഒറിജിനൽ എക്സാം എങ്ങനെ എഴുതുന്നു അതുപോലെ എഴുതണം എന്നൊക്കെ നമ്മൾ ദൂരെ ഇരുന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് പിക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നതാണ് ഒരു സ്റ്റുഡന്റിന്റെ വിജയം എന്ന് പറയുന്നത്. ഓൺലൈൻ കോഴ്സിന് ഭയങ്കര അത്യാവശ്യമാണ്. അത് കറക്റ്റ് ആയിട്ട് കൊണ്ടുവരുന്ന ഒരാളാണ് ആകാശ്. നമ്മളുടെ ഓൺലൈൻ എക്സാമിനേഷൻസ് ആദ്യമായിട്ട് ഓഫ്ലൈൻ രീതിയിലേക്ക് മാറിയപ്പോൾ ആകാശിന് വന്ന മാർക്കും, അതായത് ചിലർക്ക് ഈ ഓഫ്ലൈനിലേക്ക് വരുമ്പോൾ ഭയങ്കരമായി മാർക്ക് ഡിപ്പാവും. ആകാശിന്റെ മാർക്ക് ആ ഒരു റേഞ്ചിൽ കീപ്പ് ചെയ്യാൻ പറ്റിയെന്ന് വെച്ചാൽ വീട്ടിലിരുന്ന് എഴുതുമ്പോഴേ അതേ രീതിയിൽ ഒറിജിനൽ എക്സാം എങ്ങനെ എഴുതുന്നു അതുപോലെ എഴുതിയതുകൊണ്ടാണ് അയാൾക്ക് ഇത് പറ്റിയത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആകാശം ഓൺലൈൻ എക്സാമിന്, അതായത് ഓൺലൈൻ കോഴ്സ് ചൂസ് ചെയ്യുന്ന സ്റ്റുഡൻസിന് ഒരു എക്സാമ്പിളാണ്. കാരണം നമ്മൾ വീട്ടിലാണ് ഇരിക്കുന്നത്, നമ്മുടെ കംഫർട്ട് സോണിലാണ്. അപ്പൊ മത്സരം ഒരുപാട് സ്ഥലങ്ങളിൽ എനിക്കറിയാം. ആകാശിനോട് സംസാരിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ആകാശം വീട്ടിലായിരിക്കുന്നതെങ്കിലും വളരെ അലേർട്ടായിരുന്നു. ചുറ്റും ഇത്രയധികം ആളുകൾ ഓഫ്ലൈൻ നിന്ന് പഠിക്കുന്നുണ്ടെന്നും മത്സരം വലിയൊരു ഗ്രൂപ്പിനോടാണ് എന്നും ഒക്കെ ഉറച്ച് വിശ്വാസമുള്ള ആൾ, ആ രീതി പഠിച്ച ആളാണ്. അപ്പൊ അതുകൊണ്ടാണ് ആ റിസൾട്ട് നേടിയെടുക്കുന്നത്. ഇനിയാണെങ്കിലും ഓൺലൈൻ കോഴ്സ് സെലക്ട് ചെയ്യുന്നവര് നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്ത് നമ്മള് കംഫർട്ട് സോണിൽ ഇരിക്കുമ്പോൾ നമ്മൾ വീട്ടിൽ ചിലർ എക്സാം കഴിഞ്ഞു അത് അടച്ചു വെച്ച് പിന്നെ മത്സരം ഇല്ല. അങ്ങനെയല്ല, ത്രൂ ഔട്ട് ആ മത്സരത്തിൽ നിൽക്കുകയും നമ്മളിങ്ങനെ ദൂരെയും ഓൾ ഇന്ത്യ ലെവലിൽ 22 ലക്ഷം പിള്ളേരോടാണ് മത്സരിക്കാൻ പോകുന്നത് എന്നുള്ള ബോധ്യത്തില് എക്സാം അറ്റൻഡ് ചെയ്തു. അതുപോലെ ഞാൻ പറഞ്ഞത് നമ്മൾ ഇവരോട് എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്, എക്സാമിനേഷൻ നമ്മളൊരു ടെൻഷൻ വരും. കാരണം ഇപ്പോൾ എക്സാം ടഫ് ആണെങ്കിൽ നമുക്ക് മാത്രമല്ല എല്ലാവർക്കും ടഫാണ്. അപ്പൊ അതുകൊണ്ട് അത് പേടിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ ബെസ്റ്റ് കൊടുത്തിട്ട് പോരുക എന്നുള്ളതാണ്. അപ്പൊ എക്സാം കഴിഞ്ഞിട്ടും ആകാശോട് സംസാരിച്ചപ്പോഴും ആകാശ് അതാ പറഞ്ഞു, എക്സാം ഇത്രയും ടഫ് ആവുമ്പോഴും എന്റെ മനസ്സിൽ എനിക്ക് ടഫാണെങ്കിൽ ഞാൻ പഠിച്ചിട്ടാ വന്നത്, അപ്പൊ എനിക്ക് ടഫാണെങ്കിൽ ഇത് എല്ലാവർക്കും ടഫാണ്. അപ്പൊ പിന്നെ ആ ഒരു കോൺഫിഡൻസിനാണ് എഴുതിയെന്ന് ആകാശ് പറഞ്ഞു. അപ്പോൾ അതിന്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഉള്ള ആളാണ്. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ് ശരിക്കും ആകാശിനുള്ളതാണ്. യെസ്. സോ എനിക്ക് സാറിനെ കുറിച്ച് എടുത്തു പറയാനുള്ളത്, സത്യം പറഞ്ഞാൽ ഓൺലൈനിൽ കുറെ അധികം സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ടാവും. സോ ആകാശ് അതിൽ 1 ഓഫ് ദി സ്റ്റുഡന്റ് ആണ്. സോ ആ കുട്ടീനെ കുറിച്ച് തന്നെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സാറിന് അറിയാം. സാറ് നല്ല 1 to 1 ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ആകാശിനെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. സോ അത്രയും ഗ്രേറ്റ് സപ്പോർട്ട് ആകാശിന് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലാസ് ടീച്ചർ ആണെങ്കിലും, യെസ്, ക്ലാസ് ടീച്ചറിന് എന്താണ് ഷെയർ ചെയ്യാനുള്ളത് എന്ന് കൂടി നമുക്ക് ചോദിച്ചു നോക്കാം. ആകാശിനെ പറ്റി പറയുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനബോധമാണ് തോന്നുന്നത്. ആകാശ് നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്ന സ്റ്റുഡന്റ് ആണ്. നമ്മൾ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അത് ചിട്ടയായിട്ട് ചെയ്യും.
അതുപോലെ തന്നെ ഒരു എക്സാമിനെ അഭിമുഖീകരിക്കുന്ന നിമിഷത്തിലാണെങ്കിലും ഡിഫിക്കൽട്ടായ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒരിക്കലും പതറിപ്പോകാറില്ല. ഏതാണോ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് അത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പിന്നെ എക്സാം കഴിയുമ്പോൾ അറിയാത്ത ക്വസ്റ്റ്യൻസ് എല്ലാം കറക്റ്റായിട്ട് ചെയ്തു പോകുന്ന ഒരു രീതിയാണ്. ഒന്നും പെൻഡിങ്ങിലിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയല്ല. പെൻഡിങ് എന്ന് പറയുന്നത് ഒരിക്കലും ആകാശിന്റെ കാര്യത്തിൽ വന്നിട്ടേ ഇല്ല. അതുപോലെ ഒരു ക്വസ്റ്റ്യൻ ഇപ്പൊ കാണുമ്പോഴാണെങ്കിലും ഫുൾ കോൺസെൻട്രേഷൻ കൊടുത്ത് തന്നെയാണ് ക്വസ്റ്റ്യൻ എല്ലാം ഫേസ് ചെയ്യുന്നത്. അതുപോലെ ആകാശിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ദൈവവിശ്വാസമുള്ള ഒരു കുട്ടിയാണ്. ഓരോ കാര്യങ്ങളിലും ദൈവത്തിന്റെ ആ ഒരു അനുഗ്രഹത്തിനും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ ആകാശിന്റെ പേരൻസ് ആണേലും ഹൈലി സപ്പോർട്ടഡ് ആണ്. പിന്നെ ആകാശിന്റെ കാര്യത്തിൽ കോർഡിനേറ്റർ സാറായ അജയ് സാറിന്റെ ഭാഗത്തു നിന്നും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ രീതിയിലും ഒരു മാതൃകാ സ്റ്റുഡന്റ് എന്ന് എനിക്ക് ആകാശിനെ പറ്റി പറയാൻ കഴിയുന്നുള്ളൂ. കാരണം ഇങ്ങനെയുള്ള സ്റ്റുഡൻസ് അധ്യാപകർക്കും രാജ്യത്തിനും ലോകത്തിന് തന്നെ അഭിമാനമാണെന്നാണ്. അതിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു. സോ ആകാശിനെ കുറിച്ച് ആകാശിന്റെ മെന്റേഴ്സ് ആയിട്ടുള്ള ക്ലാസ് ടീച്ചർ ആണെങ്കിലും സാർ ആണെങ്കിലും പറഞ്ഞിട്ടുണ്ട്. സോ എല്ലാവരും എടുത്തു പറയുന്നത് ആകാശിന്റെ ഡിറ്റർമിനേഷൻ ആണ്. ഓൺലൈൻ ആണെങ്കിലും ആള് ഇപ്പോ ഓൺലൈൻ ആയിട്ടുള്ള മീറ്റിംഗിലൂടെ പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആള് പണ്ട് തൊട്ടേ ഇങ്ങനെ തന്നെയായിരുന്നോ? സ്കൂളിലൊക്കെ എങ്ങനെയായിരുന്നു ആളുടെ സ്റ്റഡീസ്? അതൊക്കെ ഒന്ന് ജസ്റ്റ് സാർ ഒന്ന് ഷെയർ ചെയ്യാം. സാർ എന്താ ചെയ്യുന്നത്? സാറിന്റെ പേരൊക്കെ ഒന്ന് പറഞ്ഞു. ആകാശ് എല്ലാ കാര്യത്തിലും സ്വയം ഇതാക്കണമെന്നാണ്. പഠനത്തിലൊക്കെ ആദ്യം മുതലേ അദ്ദേഹത്തിൻ്റെയാണ്. ഞങ്ങളങ്ങനെ നിർത്തിക്കാറൊന്നുമില്ല. അവന്റെ ഇഷ്ടത്തിന് അങ്ങനെ വിടലാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ലൊരു അഭിമാനം തോന്നുന്നുണ്ട് ഈ അവസരത്തിൽ. മാമിന് എന്താണ് ഷെയർ ചെയ്യാനുള്ളത്? സോ ഓൺലൈൻ ആവുമ്പോ എന്തായാലും ആള് വീട്ടിൽ തന്നെ ഉണ്ടാവുമല്ലോ. സോ എങ്ങനെയായിരുന്നു? ആൾക്ക് പ്രഷർ ഉണ്ടായിരുന്നോ? അത് ആളെ എങ്ങനെയാണ് മാനേജ് ചെയ്തിരുന്നത്? അപ്പൊ അതൊക്കെ ഒന്ന് പറയാമോ? എക്സാം എല്ലാം ഒന്നും ഒഴിവാക്കാറില്ല, എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്തിരുന്നു. പിന്നെ അജയ് സാറിന്റെ നല്ല സപ്പോർട്ട്, ഷാമിന മിസ്സിന്റെ സപ്പോർട്ട്, എപ്പോഴും വിളിക്കും. ഷാമിന മിസ് ആയാലും എപ്പോഴും വിളിക്കും. അജയ് സാറാണെങ്കിലും ഒരു എക്സാം കഴിഞ്ഞാല് ഞങ്ങൾ വീട്ടിലേക്ക് ഓഫ്ലൈൻ ആയപ്പോ കോട്ടക്കിൽ വന്നിട്ട് തന്നെ എക്സാം എഴുതിയിട്ടുണ്ട്. അപ്പൊ ഒരു എക്സാം ഞങ്ങൾ മിസ്സാക്കിയിട്ടില്ല. അപ്പൊ ഞങ്ങള് വീട്ടിലേക്ക് എത്രക്കാണ്ട് മുന്നേ അജയ് സാറ് വിളിക്കും. അപ്പത്തേനും ഷാമിന മിസ് വിളിക്കും. ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പൊ അത് അല്ല എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് എന്നുള്ളത് അത് അവനറിയാം. എന്നാലും എക്സാം കഴിയുമ്പോ ഒരു ഇതുണ്ടാവും. അതിലും ഒക്കെ അവന്റെ കാര്യത്തിന് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി, അവൻ ചെയ്തോളും. എല്ലാവരും പറയുന്നത് ആകാശിന്റെ ആ ഡിറ്റർമിനേഷനെ കുറിച്ചിട്ടാണ്. സോ ചേച്ചി എന്താ ചെയ്യുന്നേ? ഞാൻ B.Ed കഴിഞ്ഞു. ഓക്കെ. ടീച്ചർ ആയിട്ടുള്ള ഒരു അപ്പോ ആസ് എ ടീച്ചർ എങ്ങനെയുള്ള സ്റ്റുഡന്റ് ആണ് ആകാശ്? അതുപോലെ ആകാശിന് എന്തൊക്കെ ടെക്നിക്സ്, അല്ലെങ്കിൽ ആളെങ്ങനെയാണ്? വളരെ കാമായിട്ട് തന്നെയാണോ എപ്പോഴും ഇരിക്കാറ്? എക്സാം ടഫ് ആകുമ്പോൾ ഇപ്പൊ ഓൾറെഡി സാറ് പറഞ്ഞു കഴിഞ്ഞു എത്ര ടഫ് എക്സാം ആണെങ്കിലും ആൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ള കാര്യത്തില്. സോ അതിനെ കുറിച്ചൊക്കെ എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? ആസ് എ ടീച്ചർ നോക്കുമ്പോൾ അവനൊരു എക്സ്ട്രാ ഓർഡിനറി സ്റ്റുഡന്റ് തന്നെയാണ്. എല്ലാ കാര്യത്തിലും അവന്റേതായ കാഴ്ചപ്പാടുകൾ അവനുണ്ട്. അവൻ എങ്ങനെയൊക്കെ ചെയ്യണം എന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണകൾ അവനുണ്ട്. പിന്നെ എക്സാമിന്റെ കാര്യത്തിൽ വരുമ്പോ ഇത് ടഫസ്റ്റ് എക്സാം ആയിരുന്നു. അപ്പോ ഭയങ്കരമായിട്ട് ഡൗൺ ആയിരുന്നു. പക്ഷെ ടീച്ചേഴ്സിന്റെ സപ്പോർട്ട് കൊണ്ട് അവൻ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എക്സാം ടഫായി വന്നത് കൊണ്ട് ഭയങ്കരമായിട്ട് ഡൗൺ ആയിരുന്നു. പക്ഷെ സപ്പോർട്ട് ചെയ്തു. എന്തായാലും നമുക്ക് കിട്ടുമെന്ന ആ ഒരു കോൺഫിഡൻസ് ഞങ്ങൾ എല്ലാവരും കൊടുത്തായിരുന്നു. അങ്ങനെ അവൻ മുന്നോട്ട് വന്നു. പിന്നെ അവന്റെ ഇതിൽ ഭയങ്കര കോൺഫിഡന്റ് ആണ്. അത് തന്നെ ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഇങ്ങനെ അച്ചീവ് ചെയ്തതില് ഹാപ്പിയാണ്. യെസ്, നിങ്ങൾക്ക് എന്തായാലും പ്രൗഡ് ആവാനുള്ള ഒരു മൊമെന്റ് തന്നെയാണ്. കാരണം 1121 റാങ്ക് എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ ലെവലില് ചില്ലറ റാങ്ക് അല്ല. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും പ്രൗഡ് ആയിട്ടുള്ള ഈ ഒരു മൊമെന്റിൽ നിൽക്കുമ്പോൾ യെസ്, ഓൺലൈൻ ആയിട്ട് പഠിക്കണം, ഇനിയും ഈ കോഴ്സിന് ചേരണം, ഇപ്പൊ വീട്ടിലുള്ള കംഫർട്ട് സോണിൽ നിന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുറെ കുട്ടികളുണ്ടാവും. സോ അവരോടായിട്ട് എന്തായാലും ആകാശിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു മോട്ടിവേഷൻ പറയാൻ പറ്റുമോ? എല്ലാവരും അവരുടേതായിട്ടുള്ള രീതിയിൽ പറഞ്ഞു. ആകാശിന് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ എത്തിച്ചേർന്ന സ്ഥലം ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. നിങ്ങൾ ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും നിങ്ങൾ ചൂസ് ചെയ്ത പ്ലാറ്റ്ഫോമിനെ വിശ്വസിക്കുക, ക്ലാസ്സസിനെ വിശ്വസിക്കുക. ബെസ്റ്റ് ക്ലാസ്സസ് തന്നെയാണ് ബ്രില്യന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലാസ്സസ് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. ഡെയിലി വരുന്ന ടോപ്പിക്സുകളൊക്കെ ഡെയിലി തന്നെ തീർത്ത് പോവുക. പിന്നെ വീക്ക്ലി എക്സാംസിന് വേണ്ടി ആ ഒരു വീക്ക്ലി എക്സാംസിന്റെ ടൈമിൽ തന്നെ പോർഷൻസ് ഒക്കെ കവർ ചെയ്ത് നോക്കുക. പിന്നെ ലാസ്റ്റ് നമുക്ക് മോഡൽ എക്സാംസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് റിവൈസ് ചെയ്യാൻ ഒരുപാട് സമയം കിട്ടും. മോഡൽ എക്സാംസിന്റെ ഒക്കെ ടൈമിൽ അധികം റിവൈസ് ചെയ്ത് പുതിയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ക്വസ്റ്റ്യൻസും ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്.
ഓൺലൈൻ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഉള്ള ഒരു ബിഗ്ഗസ്റ്റ് എല്ലാവരും പറഞ്ഞു, സാർ ആണെങ്കിലും അതെ പാരന്റ്സ് ആണെങ്കിലും ക്ലാസ് ടീച്ചർ ആണെങ്കിലും എല്ലാവരും പറഞ്ഞു ഒരു ഗ്രേറ്റ് എക്സാമ്പിൾ ആണ് ആകാശ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ തന്നെ അച്ചീവ് ചെയ്ത് അല്ലെ, ഓൺലൈൻ ആയിട്ടാണെങ്കിലും പഠിച്ച് ഇത്രയും ഗ്രേറ്റ് സ്കോർ നിങ്ങൾക്കും അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ആകാശ് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ. സോ ആകാശിന് ഇനി ഫ്യൂച്ചറിലേക്കാണെങ്കിലും യെസ് ഇനി ഒരു നല്ലൊരു ഡ്രീം കോളേജിൽ പോയി പഠിക്കാൻ പോവാണ്. എല്ലാ സപ്പോർട്ടും നമ്മുടെ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവും. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു.